ഇതാണ് അതിന്റെ വഴി. ഓ കാലുവാ വാ ഇങ്ങോട്ട് പോലെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മലമേൽ ടൂറിസത്തിൻ്റെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ കോട്ടോട്ടം വഴി ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ വെഞ്ചം വഴിയാണ് പോകുന്നല്ലേ? തടിക്കാട് കോക്കാട് വഴി തടിക്കാട് ടു മലമേൽ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ പൈനാപ്പിൾ തോട്ടമാണ്, ഇത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള മനോഹരമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മുടെ യാത്ര. രാവിലെ ഒരു 9 മണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി. സുഹൃത്ത് രാജു ഉണ്ട് കൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം വരുന്ന ഒരു യാത്രയാണ് കുന്നിക്കോട് നിന്നും ഈ മലമേൽ പാറയിലേക്ക് ഉള്ളത്. നമ്മളവിടുന്ന് യാത്ര ചെയ്യുന്ന വഴിയെന്ന് വെച്ചാൽ മെയിൻ റോഡൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ മലമേൽ പാറയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ചെറിയ റോഡുകളൊക്കെ വളരെ മോശമാണ്. ആ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെട്ടത്. അതായത് മലമേൽ പാറയുടെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഒരാൾക്ക് എൻട്രൻസ് ഫീസ് 20 രൂപയാണ്. ഇതാ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അട്രാക്ഷൻസാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. മലമേൽ ടൂറിസം, ആയിരവല്ലിപ്പാറ, നടപ്പാറ, കൊമ്പുകുത്തിപ്പാറ, നാടുകാണിപ്പാറ, അമ്പലപ്പാറ, പുല്ലൂക്കംപാറ, കുടപ്പാറ, ശങ്കുത്തുപാറ, ഗോളാന്തരപ്പാറ, ഗുഹപ്പാറ, വിമാദപ്പാറ. ഇതാണ് നടപ്പാറ അല്ലേ? നമ്മുടെ ബോർഡിൽ കണ്ട നടപ്പാറ ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ സേവ് ദ ഡേറ്റ് കാണുന്ന സ്ഥലമാണിത്. നല്ല രസമാണ്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല കാലാവസ്ഥയാണ്, അടിപൊളി. ഇവിടെ ആമ്പൽക്കുളം. സുഖമാണോ? അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? പറ, വീഡിയോ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷ, സുഖമാണ്. 2-3 സിനിമ ആയിട്ടുണ്ട്. എന്റെ പേര് ഗിരിജ. എന്റെ സ്ഥലം പുനലൂർ, കരവാളൂർ. ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലേ? ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകത്തൂല്ല. മെയിൻ ആർട്ടിസ്റ്റ് ആണ്. അതിന് വർക്ക് ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. നല്ല പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പുതിയ സിനിമ ഏതാ? പുതിയ സിനിമ ഇത്തിക്കര കൊമ്പൻ. ഞാൻ ചോദിച്ച സിനിമ പ്രൊഡക്ഷൻ 1 ചെങ്ങന്മാട്ടായിരുന്നു. എൻ്റെ ഇത് സെലക്ഷനായി.
അതെ അതെ അല്ലേ? പിന്നെ വാ നമുക്ക് കുടപ്പാറ ആദ്യം കണ്ടിട്ട് വരാം. കുടപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ചിലവരും അത് നമ്മൾ ആ ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഒരു 100 മീറ്ററോളം താഴേക്ക് വന്ന് ഇവിടെയാണ് കുടപ്പാറ. കുടപ്പാറ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതെല്ലാം ഈ മലമേൽ പാറയുടെ ഭാഗമാണ് കേട്ടോ. ആ അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇതാ നമ്മൾ അതുവഴിയാണ് ഇറങ്ങി വന്നത്. രാജുളിയാ ഹായ്. വാ, ഇതാ ഇതാണ് കുടപ്പാറ. കുട പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുടപ്പാറ. അതായിരിക്കാം കുടപ്പാറ എന്ന് പേര് വന്നത്. കൊള്ളാലോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. പ്ലാസ്റ്റിക്കൊക്കെ വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കൊക്കെ പുറത്താണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് കുടപ്പാറ. ബ്യൂട്ടിഫുൾ. അങ്ങനെ കുടപ്പാറയ്ക്ക് മുന്നിലാണ്. അപ്പോൾ കുടപ്പാറ നമ്മൾ കണ്ടു. ഇനിയും കുറേ പാറകളുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത പാറ നാടുകാണിപ്പാറ. കേട്ടോ, അങ്ങോട്ട് പോകണോ? വാ, കുറേ പോകണോ? ഇല്ല, കണ്ണ് നാടുകാണിപ്പാറ. മലയുടെ മണ്ടേ കയറാം, അതിന് മണ്ടേ കയറാൻ പാടാം. ആ ടവർ നിൽക്കുന്നതാണോ? അങ്ങോട്ട് പോ. ഇവിടെയൊക്കെ മറ്റേ പോലീസിൻ്റെയൊക്കെ ഇത് മറ്റേ ടോക്കി ടോക്കി മറ്റേ വയർലെസ് ഇല്ലേ, സംവിധാനമായിരുന്നു ഇവിടെ. ആ വയർലെസിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഓ, അതായിരിക്കും ആ കാണുന്നൊരു ബിൽഡിങ്. ഇതുവഴിയാണോ പോന്നെ? അവിടെ വരെ പാറയുടെ അടുത്ത് വരെ എല്ലായിടത്തും ഉണ്ടല്ലോ. അവിടെയുണ്ട്. കുഞ്ഞിനെ കൊണ്ട് പാറയുടെ മണ്ണ് കയറിയിരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അല്ലേ? എങ്ങനെ കയറിയെന്നുള്ളതാണ്. അവിടെ നാട് മൊത്തം കാണാം. അതുകൊണ്ടാണ് നാടുകാണിപ്പാറ എന്നുള്ള പേര് വന്നത്. അവിടെ നാട് മൊത്തം കാണാമല്ലേ? ഇതല്ലേ? ഓക്കെ. ഇതാണ് അതിൻ്റെ വഴി. അതെ. ഓ, കാലുവാഴ പറ്റിയോ? മുട്ട് നോക്കണേ. അടിപൊളി. മുന്നോട്ട് പോവാം.
മാമന് പണിയല്ലേ മാമന് പണിയല്ലേ ചടയമംഗലം ജടായു പാറയാണ് ആ കാണുന്നത്. ക്രെയിൻ ഷോട്ടാണ്. അതെ, റൗണ്ട് ട്രാക്ക്. ഇവിടെ നമുക്ക് ഒടുക്കത്തുപാറ കാണാം. അഞ്ചൽ ടൗണ് കാണാം. അതിന് പുറകിലായിട്ട് ഒടുക്കത്തുപാറ, പിന്നെ ചടയമംഗലം ഹെൽത്ത് സെൻ്റർ കാണാം. ഇത് പണ്ട് പോലീസിൻ്റെ വയർലെസ് സംവിധാനങ്ങളൊക്കെ ടവറൊക്കെ നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ഇല്ലെന്ന് തോന്നുന്നു. കയറിപ്പോന്ന് ഇറങ്ങി വരുന്ന വഴികളൊക്കെ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മേളിൽ ചെന്നാൽ നമ്മൾ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ്. മലമേൽ പാറ സൂപ്പർ. അടുത്ത പാറ ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ സേവ് ദ ഡേറ്റൊക്കെ ഇവിടെ വെച്ചാണ് എടുത്തത്. നമ്മൾ നാടുകാണി പാറ അതാണ്. നമ്മൾ അവിടെ നിന്ന് ഇവിടുത്തെ വ്യൂ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഇവിടുത്തെ പാറയുടെ ബോർഡ് ആ സൈഡായിരിക്കും അല്ലേ? അതല്ലേ, ഇവിടെ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? കുറച്ച് മൂടൽ മഞ്ഞൊക്കെ മാറിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും നമ്മുടെ ചടയമംഗലം ജടായു ഹെൽത്ത് സെൻ്റർ. ഇതായി കാണുന്നത് കേട്ടോ. ഓക്കെ, ഹായ് വാ, എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറ. ഹായ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം അല്ലേ? പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്ര അടുത്തൊരു പ്രദേശം. കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പം പഴയ രീതിയിലല്ല മലമേൽ പാറ എന്ന് പറയുന്നത്. ഇതിപ്പം ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ടൂറിസം മേഖലയെ ഈ മലമേൽ പാറ. ഹായ് രാഹുൽ. നമസ്കാരം. രാഹുലാണ് നമ്മുടെ മലമേൽ ടൂറിസത്തെ കുറിച്ച്, ഇവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ് മലമേൽ. ഈ പറയുന്ന കണക്ക് ഇരുമ്പഴിക്കുന്ന് ക്ഷേത്രമായിട്ട് അനുബന്ധിച്ച് പിൽഗ്രിമേജ് ടൂറിസമാണ് ഇവിടെ യഥാർത്ഥി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 11ഓളം പാറകൾ ഇവിടെ ഉണ്ട്. അന്നേരം നാടുകാണി പാറ അതിലെ വ്യൂ പോയിൻ്റാണ്. അന്നേരം നിറയെ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലകളിൽ നിന്ന് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലമേൽ ചന്ദന മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ 360 ഡിഗ്രി ഉള്ള വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മലമേൽ ടൂറിസത്തെ ഇപ്പം ബയോഡൈവേഴ്സിറ്റി സെൻ്ററായിട്ട് പ്രൊക്ലെയിം ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു സാൻഡൽവുഡ് പാർക്കിൻ്റെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നേരത്തെ ടെലസ്കോപ്പിൻ്റെയും ദൂരദർശിനിയുടെയൊക്കെ പ്രപ്പോസൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ പറയുന്ന നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ ടൂറിസം പ്രോഗ്രാംസ് ഇതെല്ലാം പ്രപ്പോസൽ വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഫേസ് നടക്കാൻ പോവുകയാണ്. ഹണി ഹിൽസ് സംഘടിപ്പിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു അത്.
മലമേൽ വെച്ച് നടന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിവിടുന്ന് വിട പറയുകയാണ്. അങ്ങനെ മലമേൽ കാഴ്ചകൾ അവസാനിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി. പിന്നെ കാലാവസ്ഥ ഇപ്പം അനുകൂലമായിരുന്നു. ഇതാ മലമേലിലേക്ക് പോകുന്ന വഴിക്ക് എൻട്രൻസിന് തൊട്ട് മുമ്പ് കാണുന്ന ഒരു വലിയ കുളമാണ് കേട്ടോ. എന്തോ പാറക്കോറി ആയിരുന്നു ഇവിടെ. ഇവിടെ ഇങ്ങനെ വലിയ ഒരു വെള്ളക്കെട്ട് കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മുകളിൽ ആ മലമേൽ പാറയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിനടുത്തുള്ള വലിയൊരു പാറയാണ് കാണുന്നത്. ഇപ്പം മലമേൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും വരാം. മലമേൽ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. കുറച്ച് പാറകളിലൊക്കെ പോകാനുണ്ട്. കുറച്ച് ഇവിടുന്ന് വിട്ടു നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളിലായിട്ടാണ് അതൊക്കെ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റു കാഴ്ചകളുമായിട്ട്. ടേക്ക് കെയർ.